അല്ല ബൾട്ടിയുടെ സെറ്റ് ആയിരുന്നു ജിംഖാനയുടെ സെറ്റ് ആയിരുന്നു കുറച്ചുകൂടി എന്റർടൈൻമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ജിംഖാന തന്നെയാണ്. അത് ജിംഖാന. അതിനെ ബീറ്റ് ചെയ്യാൻ ഇനി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പടിയാ തോന്നുന്നു. എടാ ചോദിച്ചാൽ ഞാൻ ബോക്സ് ചെയ്യില്ലാട്ടാ. ഇതുപോലെ പത്രത്തിലൊക്കെ ഫോട്ടോ തന്നെ അഷറ പോലും. നമ്മളെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അതിന് ഞാൻ എന്തിനാ പറഞ്ഞാ ഞാൻ പാസ്സായില്ലേ. ഷാനു എടാ എനിക്ക് ബോക്സിങ് അറിഞ്ഞൂടാ. ഖാലിദ് റഹ്മാൻ, ജിംഷി ഖാലിദ് പോലെയുള്ള ആൾക്കാർ ഹെഡ് ചെയ്ത് നിൽക്കുന്നു. ഒരു പറ്റം സംഘം ഇപ്പുറത്ത് നിൽക്കുന്നു. ഒരു സെറ്റ് ഓഫ് ആൾക്കാർ. അത് ഭയങ്കര ഫണ്ണാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബൾട്ടിയുടെ ഫൈറ്റ് സീൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് മോസ്റ്റ് എല്ലാ ദിവസവും ഫൈറ്റ് ആണ്. ബൾട്ടിക്കകത്ത് 4-5 ഫൈറ്റ് ഉണ്ട്. അതാ, fight അല്ല അതിൽ ഫൈറ്റ് കഴിഞ്ഞാൽ പിന്നെ കബഡിയാണല്ലോ. അപ്പൊ അതിൽ ദേഹാനങ്ങാത്ത പരിപാടി ഇല്ല. അവിടെ കബഡി പഠിച്ചോ? ആ കബഡി പഠിച്ചു. എനിക്ക് തോന്നുന്നു ജിംഖാനയിലാണെങ്കിൽ ബോക്സിംഗ് പഠിക്കാനും പറ്റിയില്ല. എനിക്ക് 1-2 മാത്രമല്ലേ അറിയുള്ളൂ. അപ്പൊ ബോക്സിംഗ് പഠിക്കാനൊന്നും എഫേർട്ട് ഇടുക അങ്ങനെയൊന്നും അതിനകത്ത് ആവശ്യമില്ല. അപ്പൊ പിന്നെ പക്ഷെ ഇവരെ പിഴിഞ്ഞു കൊടുക്കുന്ന കാണാൻ വേണ്ടിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കാറുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്കൊക്കെ പോയപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? ഞാൻ കുറെ കാലം സത്യം പറഞ്ഞാൽ നാട്ടിൽ പോയിട്ടില്ല. കാരണം നമുക്ക് ചില ആൾക്കാർ വെറുതെ ചൊറിയാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളോട് വന്നിട്ട് വേണം വെച്ചിട്ട് അത് ചിലപ്പോൾ നമ്മളെ ഹെർട്ട് ചെയ്യാനോ ഇതായിട്ടല്ല, പക്ഷെ അവർക്കൊരു സുഖം അതിൽ കിട്ടുമല്ലോ. എന്താ ഈ പടം ഒന്നും ആയില്ലേ ഇതുപോലെ ഇത് ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ മുമ്പിലൊക്കെ ചെയ്യാം. അപ്പൊ അവരെയും ചുമ്മാ ബുദ്ധിമുട്ടിക്കേണ്ടത് വെച്ചാൽ ഞാൻ കുറെ കാലം നാട്ടിലൊന്നും ബോധമൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂട്ടിലുള്ളത് യങ് ചാമിങ് ശിവ ഹരിഹരനാണ്. ഹലോ. ഹലോ, ഹായ്, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. എങ്ങനെയുണ്ട് ഈ ജേണിയൊക്കെ? ഇപ്പോ എനിക്ക് തോന്നുന്നു ആദ്യത്തെ വിശേഷം ദൃശ്യം 3ലേക്ക് നമ്മൾ വരുന്നു. ട്രെയിലർ കണ്ടായിരുന്നു. അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കണ്ടായിരുന്നു. അതിനകത്തൊരു നല്ല റോൾ ഉണ്ടെന്നാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ട്രെയിലർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് സിനിമ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരാള് ഇപ്പോ ഇതുപോലെ വലിയൊരു സിനിമയുടെ ഭാഗമായി. ഇനി ആ ജേണി പറയും. എന്താ പറയാ, ഇപ്പൊ ഇത് എത്രത്തോളം എനിക്ക് പറഞ്ഞത് ഇതാക്കാൻ പറ്റുന്നറിയില്ല. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഓഡിഷൻ എന്നാണ് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് ചാൻസിന് വേണ്ടി നടന്ന് പിന്നെ ചെറിയ ചെറിയ സിനിമകളുടെ, അതായത് സിനിമയിൽ ചെറിയ ചെറിയ റോളുകളായി വന്ന് പിന്നെ അത് കുറച്ച് ഹൃദയമൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടെ ക്യാരക്ടർ റോളായി. പിന്നെ അത് കുറച്ചുകൂടെ വലുതായി. അപ്പോൾ ഓസ്ലർ, അത് കഴിഞ്ഞ് ജിംഖാന, അത് കഴിഞ്ഞ് ബൾട്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വിളി വരുന്നു. അപ്പൊ അതില് ജിത്തു സാറെ പോലെ ഞാൻ മെമ്മറീസ് ഒക്കെ കണ്ട് തിയേറ്ററിൽ തരിച്ചിരുന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ ദൃശ്യം നമ്മൾ തിയേറ്ററിൽ കണ്ടു. അപ്പൊ അങ്ങനെ ദൃശ്യം 2015 അതെ, ആ സമയത്തൊക്കെ മുതൽ സിനിമ സ്വപ്നങ്ങൾ സിനിമയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമൊക്കെ തുടങ്ങിയ ടൈമായിരിക്കും അല്ലേ? 2015 ഏകദേശം ആ സമയത്തൊക്കെയാണ് സ്റ്റാർട്ടിങ് ഇതുപോലെ. അപ്പോൾ അപ്പോഴും നമ്മൾ പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇതുപോലെ ഇതിന്റെ ഈ ഫ്രാഞ്ചൈസിയുടെ ഒക്കെ ഭാഗമാവുമെന്നോ അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ജിത്തു സാറെ പോലെ ഇത്രയും വലിയൊരു ഡയറക്ടറുടെ, അതും ദൃശ്യത്തിന്റെ പോലെ ഇത്ര വലിയൊരു ഫ്രാഞ്ചൈസി ലാലേട്ടന്റെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്താ പറയാ, എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ എന്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് എപ്പോഴും സസ്പെൻസ് ആണോ? സ്ക്രിപ്റ്റ് ഫുൾ അറിയാവോ അല്ലെങ്കിൽ നമ്മുടെ പോഷൻ മാത്രമാണോ പറഞ്ഞത്? എങ്ങനെയായിരുന്നു? എനിക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ. എനിക്ക് ഇതിനു മുമ്പ് റിയാസ് നിർമ്മല അദ്ദേഹം ഉണ്ട് ഈ സിനിമയിൽ. അപ്പൊ ഞങ്ങളുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ആ പോഷൻ മാത്രമേ അറിയുള്ളൂ. ഇവൻ ഡബ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗം മാത്രം, വേറൊരു ആർട്ടിസ്റ്റിനോട് മിണ്ടാൻ പോലും കഴിഞ്ഞ പരിപാടി. അല്ല, അത് ഒരു വിധത്തിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും എക്സ്പെക്ടേഷൻ ഉള്ള ഒരു സിനിമ, അത് മലയാളി ഓഡിയൻസ് മാത്രമല്ല, നമ്മൾ ഓൾ ഇന്ത്യ എന്ന് മാത്രമല്ല ലോകത്ത് എമ്പാടുള്ള ദൃശ്യം ഇതുവരെ കണ്ടിട്ടുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് ആ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ഭയങ്കര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തിയേറ്ററിൽ നമുക്ക് അത് ആ സസ്പെൻസ് അതേപോലെ നിലനിർത്തി പോകാലോ. അപ്പൊ ഞാൻ ബാക്കി എല്ലാ പ്രേക്ഷകരെയും പോലെ നമ്മളും എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് രാവിലെ 8 മണി ഷോയ്ക്ക് വേണ്ടിയിട്ട്. ലാലേട്ടന്റെ കൂടെയുള്ള സ്ക്രീൻ സ്പേസ് ഒക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു നമുക്ക് സിനിമ കാണുമ്പോ പറഞ്ഞാൽ മതി. വെയിറ്റ് ചെയ്തിരിക്കണം, ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നാണ്. സിനിമ കാണുമ്പോൾ നമുക്ക് അത് ആ ഒരു ഫ്ലോയിൽ തന്നെ കണ്ടുപോകാം. കാരണം അതിനെക്കുറിച്ച് ഞാൻ അധികം പറയാം, ഞാൻ ഒട്ടും അർഹനുമല്ല അതിനെക്കുറിച്ച്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ദൃശ്യം 3-ലാണെങ്കിൽ അതിൽ ആ ഫ്രാഞ്ചൈസിയിൽ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ടറും പ്രൊഡക്ഷൻ ഹൗസും എന്താണോ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് അത്ര തന്നെയാണ് നമുക്കും അതിനെക്കുറിച്ച് റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ ആധികാരികമായി പറയുന്നതും തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. ഈ വലതുവശത്തെ കള്ളനാണോ അവിടെ നിന്നാണോ ഒരു കോള് വരുന്നത്? അതെ, വലതുവശത്തെ കള്ളൻ ജിംഖാന കഴിഞ്ഞിട്ട് വലതുവശത്തെ കള്ളനിലാണ് ജിത്തു സാറിന്റെ ടീമിൽ നിന്ന് ഇതുപോലെ കോൾ വന്നത്. അപ്പൊ അതിനകത്തൊരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രത്തിനാണ് വിളിച്ചത്. അപ്പൊ ഞാൻ അതുവരെ ചെയ്ത കുറെ ക്യാരക്ടേഴ്സ് ഇർഷാദ് ഖാൻ മോഹനായിട്ടാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ആദ്യം വിളിച്ചത് വേറൊരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അത് ആ നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങൾ ഇതിനു മുന്നേ കുറെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അല്ല ഇനി നെഗറ്റീവ് വേണമെന്നല്ല, ഇതേ ഷെയ്ഡുള്ള കുറെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട്
ഇതെങ്ങനെ ജിത്തു സാറോട് അവതരിപ്പിക്കുന്നൊന്നും ഒരു പിടുത്തുണ്ടായിരുന്നില്ല. പക്ഷേ നേരിട്ട് പോയിട്ട് ജിത്തു സാറോട് ഇതുപോലെ പറഞ്ഞു, സാർ ഇതുപോലെ ഇതിന് മുന്നേ ചെയ്ത കഥാപാത്രങ്ങൾ ഇന്ന ഇപ്പോൾ ക്രിസ്റ്റഫർ ആണെങ്കിലും ഓസ്ലർ ആണെങ്കിലും ഒക്കെ ഇതുപോലെ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ. അപ്പോൾ ജിത്തു സാർ അന്ന് ദൃശ്യം 3യുടെ ക്ലൈമാക്സ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അതിനിടയ്ക്കും ഇതിപ്പോൾ വേറെ ഒരു ഡയറക്ടർ ആണെങ്കിൽ വേണമെങ്കിൽ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഇല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞാൽ പോരെയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജിത്തു സാർ അത് കേട്ട് എന്നോട് പറഞ്ഞാൽ ഈ സിനിമ ഒന്നും ഇടാൻ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ജിംഖാനെ കണ്ടു, അപ്പം അങ്ങനെ നല്ലതെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചു വന്നേ ഉള്ളൂ, പക്ഷെ നീ നേരിട്ട് വന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ നമുക്ക് ഭാവിയിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കാരണം എന്ന് വെച്ചാൽ ജിത്തു സാറോട് വർക്ക് ചെയ്യണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ റോൾ, ആദ്യമായിട്ടൊരു വിളി വന്നിട്ട് അത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല, അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു ചെറിയ റോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു മേടിച്ചാണ് വലതുവശക്കള്ളിലെ ഹർഷാദുക്കൾ മോനായിട്ടുള്ള കഥാപാത്രം. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ ജിത്തു സാർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു നല്ല പരിപാടി വരുമ്പോൾ തീർച്ചയായിട്ടും വർക്ക് ചെയ്യാന്ന്. അപ്പൊ അങ്ങനെ ഇതിലേക്ക് വിളി വന്നത്. അപ്പൊ അത് ഓർത്ത് വെച്ച് വിളിച്ചു എന്നുള്ളത് അത് ഡയറക്റ്റ് ആണോ വിളിച്ചത്? അല്ല, ജിത്തു സാറിന്റെ കൂടെ അർഫാസ്ക ഉണ്ട്, ജിത്തു സാർ ഒരു ടീമുണ്ട്, അർഫാസ്ക ഇപ്പോ സുധീഷ് ഏട്ടൻ, അവരൊക്കെ സിനിമ ചെയ്ത ആൾക്കാരാണ്, പക്ഷെ ഇപ്പോഴും ജിത്തു സാറ് കൂടെ തന്നെയുള്ള ചീഫ് ആയിട്ടുള്ള. അപ്പൊ അർഫാസ്കയാണ് ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞേടാ ഇതുപോലെ ദൃശ്യം 3 പരിപാടി ഉണ്ട്, നീ ഒന്ന് ഇതാക്കി നോക്കുന്നു. അപ്പൊ അത് ഞാൻ സ്വപ്നം കണ്ട ശരിക്കും ഭയങ്കര ഷോക്കായി. അത് ശരിക്കും ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോലോ. അങ്ങനത്തെ ഒരു ഇതായിപ്പോയി. ഭയങ്കര ഹാപ്പി. മനോഹരല്ലേ ഫസ്റ്റ് മൂവി? മനോഹരല്ല അല്ല, അതിന് മുന്നേ ഞാൻ ശരിക്കും ഫസ്റ്റ് മൂവി അവിയലാണ്. അവിയൽ പക്ഷെ ഇറങ്ങാൻ കുറെ ലേറ്റ് ആയി. സിറാജ് നായകനായിട്ടുള്ള ജോജി ചേട്ടനൊക്കെ ഉള്ള അവിയലാണ് ഫസ്റ്റ് മൂവി. അത് കഴിഞ്ഞ് പ്രേതം 2, പിന്നെയാണ് മനോഹരം ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഹെലനിലാ ഡെലിവറി പോയി നമ്മൾ ശ്രദ്ധിച്ചത്. പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇത് അല്ലേ നമ്മൾ ഓർക്കുന്നത്. കാരണം അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ആരൊക്കെ എടുത്ത് ആ സമയത്ത് കുറെ ഇതുപോലെ ചെറിയ ചെറിയ അന്ന് ഓഡിഷൻ സ്ഥിരം പോയി എന്ത് റോള് കിട്ടിയാലും ചെയ്യുന്നു. ഇന്റർവ്യൂവിനകത്ത് 1200-ലധികം ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതായത് എക്സാക്ട് നമ്പർ ആയിട്ട് ഞാൻ പറയല്ല, പക്ഷെ നമ്മൾ കൊറോണ ടൈമിൽ കുറെ ഓൺലൈൻ ഓഡിഷൻസ് ഉണ്ടായിരുന്നു. 2014 മുതൽ ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അതൊക്കെ വെച്ച് കണക്കൂട്ടി എന്തായാലും 1000-ന് മുകളിൽ ഓഡിഷൻ ആയിട്ടുണ്ടാവും. കാരണം ഓൺലൈൻ ഓഡിഷൻ കൊറോണ ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവർ സ്ക്രിപ്റ്റ് അയച്ചാലും നമ്മൾ ഓൺലൈൻ ഓഡിഷൻ ആയിട്ട് എടുത്ത് അയച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ കുറെ ഓഡിഷൻസ് ആ സമയത്തും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു ജെടിയുടെ ഭാഗമായിട്ട്. അതേപോലെ തന്നെ ഞാൻ സാധാരണ സ്ട്രഗ്ലിംഗ് പീരീഡ് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ മദ്രാസിൽ പൈപ്പിലെ വെള്ളം കുടിച്ച് കിടന്ന കഥകൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ഷവർമ തിന്ന കഥ, കാരണം കൂടെ വർക്ക് ചെയ്യുന്ന ആള് ഷവർമ ഡാഡിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ അത് കേട്ടപ്പോ ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഷവർമ നിന്ന് ജീവിച്ചു എന്നുള്ള ഒരു സംഭവം. ഞങ്ങളുടെ സ്ട്രഗിളും അതുപോലെ ഫണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മള് റൂമിലെല്ലാവരും ഇപ്പൊ ബൾട്ടിയുടെ ഡയറക്ടർ ഉണ്ണി, അതുപോലെ വേറെ ഇനി കുറെ ആൾക്കാർ വരാനുണ്ട്. നമ്മളെല്ലാവരും റൂമിൽ 4-5 ഡയറക്ടേഴ്സും, ഒരാൾ എഡിറ്റർ, ഒരാൾ വേറൊരു അഭിനയിക്കാൻ അഷ്കർ എന്ന് പറഞ്ഞിട്ട് അവൻ അഭിനയം, അപ്പൊ ഞാനും അഭിനയം, അങ്ങനെ നമ്മളൊരു 5-6 പേരാണ് റൂമിലുണ്ടായിരുന്നത്, പോണേക്കര റൂമിൽ. അപ്പൊ അതിൽ അശ്വിൻ എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ നൈറ്റ് റൈഡേഴ്സിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അവൻ ഷവർമ ഡാഡിയിലാണ് വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പൊ അവിടെ നിന്ന് വരുന്ന ഷവർമ കഴിച്ചായിരുന്നു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. ഓക്കെ, നിങ്ങളുടെ ഈ ടീം മൊത്തം അല്ലെങ്കിൽ എല്ലാവരും ഇപ്പൊ ഓൾമോസ്റ്റ് സിനിമയിൽ തന്നെ എത്തിയോ? എത്തി, എല്ലാവരും എത്തി. ബൾട്ടിയാണ് നമുക്ക് പിന്നെ ഭയങ്കര ഒരു കരിയർ ബ്രേക്ക് വരുന്ന, അല്ലെങ്കിൽ ഫുള്ള് നമ്മൾ ഓണായിട്ട് വരുന്ന സിനിമ എന്ന് പറയാം അല്ലെ? ബൾട്ടിനെ കുറിച്ച് പറയൂ. ബൾട്ടി അതാണ് പറയാം. ബൾട്ടി ഇപ്പോ പ്രധാന കഥാപാത്രങ്ങളിലേക്ക് എത്തുന്ന സിനിമ ബൾട്ടിയാണ്. അതും നമ്മുടെ കൂട്ടുകാരന്റെ സിനിമ. ഇത്ര കാലം നമ്മൾ സിനിമ ഒരുമിച്ച് സ്വപ്നം കണ്ട് അവന്റെ പടത്തിൽ തന്നെ അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. പിന്നെ ഷെയ്ൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയ കഥ തന്നെയായിരുന്നു അത്? എന്ന് വെച്ചാൽ അങ്ങനെ എഴുതുമ്പോ അങ്ങനെ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവന്റെ പടം ആയതുകൊണ്ട് എന്തായാലും ഞാൻ കയറുമല്ലോ. അവൻ എന്ത് എഴുതി വെച്ചാൽ എന്തെങ്കിലും കാണാ റോള് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും കയറും. അപ്പൊ അതുകൊണ്ട് ബൾട്ടി ഇവൻ ഇത്ര കാലം നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്ത് ഒരു പോയിന്റ് എത്തി സിനിമ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമൊക്കെ കഴിഞ്ഞ് ഒരു കഥ എഴുതുന്നു. അപ്പോഴേക്ക് കൊറോണ ഒക്കെ വന്ന് നമ്മളെല്ലാവരും ഒന്ന് നാട്ടിലൊക്കെ പോയി പിന്നെയും തിരിച്ചു വന്ന് അപ്പൊ കുറെ കാലത്ത് ഒരു 6-7 വർഷത്തെ സ്ട്രഗിളാണ് ബൾട്ടി ആണെങ്കിലും ബാക്കി എല്ലാവരുടെയും ജേണി. അപ്പോൾ ഉണ്ണി ഇങ്ങനെ ഒരു പടം ഓണാക്കി എടുക്കുന്നു, അത് ഇത്ര വലിയൊരു സ്കെയിലിൽ ചെയ്യുന്നു. സന്തോഷ് സാറെ പോലെ, ബിൻചേട്ടനെ പോലെ ഒരു STK ഫ്രെയിംസിന്റെ ബാനറിൽ ചെയ്യുന്നു. കുറെ പുറത്തുനിന്നുള്ള ടെക്നീഷ്യൻസ്, ഇപ്പൊ സായി ബെങ്കർ ദുരന്തറിന്റെ എഡിറ്ററാണ് നമ്മുടെ എഡിറ്റ് ചെയ്ത് ബൾട്ടി. അപ്പൊ അങ്ങനെ അത്രയും വലിയൊരു സ്കെയിലിൽ ഇവനത് ചെയ്തെടുത്തു. അതിന്റെ ഞാനും ഭാഗമായി എന്നുള്ളത് ഭയങ്കര സ്പെഷ്യലാണ്. അങ്ങനെ അതാണ് ബൾട്ടിയുടെ വിശേഷങ്ങൾ. പിന്നെ എനിക്ക് ഷെയ്ൻ അങ്ങനെ ഷെയ്ൻ അത് കഴിഞ്ഞിട്ട് നമ്മള് കോണ്ടാക്ട് ഉണ്ട്. ഷെയ്ൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഷെയ്ൻ്റെ വീട്ടിൽ പോയിട്ട് ഉമ്മ എല്ലാവർക്കും ഇത് ബൾട്ടിയുടെ പ്രൊമോഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉമ്മ ഒരു ദിവസം എല്ലാവരെയും വിളിച്ച് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മളെല്ലാവരും ഷെയ്ൻ്റെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണിയും അങ്ങനെ എന്തൊക്കെയോ
അന്ന് എല്ലാരും കൂടെ ഷെയ്ൻ്റെ വീട്ടിലായിരുന്നു ഡിന്നർ. അപ്പോൾ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം അത്യാവശ്യം നല്ല അഭിപ്രായം വന്നല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഹാപ്പി. ത്രൂ ഔട്ട് റോളും ഉണ്ട് അല്ലേ? ത്രൂ ഔട്ട് റോളും ഉണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ജക്സൺ, അതുപോലെ ശാന്തനു, അപ്പൊ അന്ന് എല്ലാരും ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്നു. ഓക്കെ. ആലപ്പുഴ ജിംഖാനയിൽ ഞാൻ ഇടിച്ചു തിന്നതാണെന്നുള്ളൊരു കഥ ഞാൻ കേട്ടായിരുന്നു. അതിങ്ങനെ ജിംഖാനയില് ഒലക്ക ഷാനു അങ്ങനല്ലേ? അത് ഷാനു എന്നാണ് കഥാപാത്രം. ഒലക്കയും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഒലക്ക ഷാനു ആയി മാറി. ജിംഖാനയില് ഈ പറഞ്ഞ പോലെ റഹ്മാൻക്ക് എല്ലാത്തിനും ഒരു സ്പേസ് വരും. അപ്പൊ അതെല്ലാവർക്കും എന്ത് ഇംപ്രവൈസേഷൻ അല്ലെങ്കിൽ എന്ത് ഒരു ഇത് കാണിക്കാൻ വേണ്ടിയുള്ള സ്പേസ് വരും. അപ്പൊ ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ മാത്രമേ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കയറി അവിടെ കയറിയെന്ന് ഇവിടെ കയറിയെന്ന് ഏതോ ഒരു സമയത്ത് ഷൂട്ട് ചെയ്തോണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. റഹ്മാൻ ചോദിച്ചു, നീ ഇവിടെ വന്നിരുന്നു, നീ എന്തിനാണ് ഇവിടെ, നീ ഈ സമയത്ത് ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞല്ല, ഞാൻ ഇരുന്നു പോയി, എന്തെങ്കിലുമൊക്കെ ചെയ്യും, നീ അവിടെ പോയി. അപ്പൊ അങ്ങനെ കണ്ടിന്യൂറ്റി ഉള്ള കാരണം പിന്നെ മാറ്റാൻ പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ നൈസായിട്ട് അങ്ങ് കയറി കോലക്കും പിടിച്ചോണ്ട് അപ്പൊ അങ്ങനെ കയറി പിന്നെ ത്രൂ ഔട്ട് അങ്ങ് ആയി. നമ്മുടെ ഒരു കരിയർ ബ്രേക്ക് അല്ലെങ്കിൽ ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നത് ഹൃദയമാണ്. ഹൃദയം. ഓക്കെ. അപ്പൊ ഹൃദയത്തോട് ചേർത്ത് തന്നെ ഹൃദയത്തിന്റെ വിശേഷങ്ങൾ. ഹൃദയം ഈ പറഞ്ഞ പോലെ ഓഡിഷൻ ചെയ്ത് കിട്ടിയ കഥാപാത്രങ്ങളിൽ ഏറ്റവും ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഹൃദയത്തിലായിരുന്നു. കാരണം അതുവരെ ചെയ്തൊക്കെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ. അപ്പൊ ഹൃദയത്തിൽ ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ ഫുള്ളും, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ നമ്മളെല്ലാവരും വരുന്നു. അത് വിനീതേട്ടൻ, പ്രണവ് മോഹൻലാൽ, അപ്പൊ അങ്ങനെ ഭയങ്കര ഹൈപ്ഡ് ആയിരുന്നല്ലോ ആ സമയത്ത്. പിന്നെ വിനീതേട്ടന് സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് പണ്ട് മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പൊ തട്ടമൊക്കെ കണ്ട് നമ്മള് ഇതുപോലെ കുറെ ഡയറക്ടേഴ്സ് നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ, ഇവരുടെ കൂടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള. അപ്പൊ അതില് വിനീതേട്ടന്റെ പടത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയത് ഭയങ്കര എന്താ പറയാ, ഒരു ബ്ലെസ്സിങ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. അപ്പൊ ഓഡിഷൻ കഴിഞ്ഞ് വിനീതേട്ടൻ 4th റൗണ്ടിലാണ് വിനീതേട്ടൻ എല്ലാവരും വന്ന് നേരിട്ട് ഇങ്ങനെ പറഞ്ഞേടാ നമുക്ക് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് ഇങ്ങനെ ഭയങ്കര അന്ന് കുറച്ച് നമ്മൾ ഇമോഷണൽ ആവുമല്ലോ, കാരണം ഒരുപാട് കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് കിട്ടി. അപ്പൊ വിനീതേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, താങ്ക് യു വിനീതേട്ട. കുറെ പുറത്തിറങ്ങി ഞാൻ കുറെ ഫ്രണ്ട്സിനെയും വീട്ടിലെല്ലാവരെയൊക്കെ വിളിച്ച് പറഞ്ഞ്. അപ്പൊ ഹൃദയം ഭയങ്കര സ്പെഷ്യലാണ്, എപ്പോൾ ആലോചിച്ചാലും ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പൊ വിനീതേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഹെലനിലേക്ക് സജസ്റ്റ് ചെയ്തത് വിനീതേട്ടനാണ്. അത് മനോഹരം കഴിഞ്ഞിട്ടായിരുന്നു. മനോഹരം കഴിഞ്ഞിട്ടായിരുന്നു. മനോഹരത്തിന്റെ ഡബ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ വിനീതേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിനീതേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും. അപ്പൊ എനിക്കൊന്നും ഹൃദയം പ്ലാനില്ല. പക്ഷെ ഇതുപോലെ വിനീതേട്ടൻ അന്നൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതും ഇതുപോലെ അനിൽ അബ്രഹാം അതിന്റെ ചീഫ് അസോസിയേറ്റ് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഒരു ഓഡിഷൻ ഉണ്ട്, വിനീതേട്ടനാണ് പറഞ്ഞത് അതിനെ ഒന്ന് വിളിക്കാൻ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് ഹെലനിലേക്ക് എത്തുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ള ഓസ്ലർ ആണ് അല്ലേ? ഓസ്ലറിലെ സത്യം പറഞ്ഞ ഒരു കോഴി അങ്ങനെ പറയാം. അതിനകത്ത് എനിക്ക് ഭയങ്കര ആ ഒരു ബുക്ക് എടുക്കുന്ന ഒരു സീനിലുണ്ടല്ലോ, ഞാൻ കാലുകൊണ്ട് ചേന വരയ്ക്കുമായിരുന്നു എന്നൊക്കെ. ആ ഒരു മൊത്തത്തിലൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രം. എനിക്ക് തോന്നുന്നു അത് നമുക്ക് ലുക്ക് കാണുമ്പോൾ തന്നെ അത് ഭയങ്കര സ്വീറ്റ് ആണ് കാണാൻ, എന്നാൽ ഉള്ളിൽ ഇച്ചിരി കള്ളത്തരങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരു ഓസ്ലറിന്റെ ഭാഗമാകുന്നത് എങ്ങനെ? ഓസ്ലർ അതായത് ചില സമയത്ത് നമ്മള് ലക്ക് ഉണ്ടെന്നൊക്കെ തോന്നുന്നത് ഓസ്ലർ പോലത്തെ സമയത്താണ്. ഞാനിപ്പോ സിനിമയൊന്നും ഇല്ലാതെ ഞാൻ കുറെ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ അടിച്ച് ഞാൻ പടങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്ഥിരം പുറത്തിറങ്ങും, ചായ കുടിക്കാൻ പോകും, എന്തെങ്കിലും ചെയ്യും, റൂമിൽ തിരിച്ചു വരും. അപ്പൊ അങ്ങനെ ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു പ്രിൻസ് ആന്റണി, നമ്മുടെ അനുഗ്രഹീതൻ ആന്റണിയുടെ ഡയറക്ടർ. അപ്പോൾ പ്രിൻസ് ഇതുപോലെ മെസ്സേജ് അയച്ചു, എടാ നീ ഒന്ന് ഇതുപോലെ ഒരു പരിപാടി ഉണ്ട്, നീ ഒന്ന് കാണുക. അപ്പൊ ഞാൻ പോയി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊരു വൈറ്റ് ഫ്രെയിം വെച്ചിട്ട് താണവാടത്തിരുന്ന ശിവാര്യൻ അങ്ങോട്ട് പോവും, ശിവാര്യൻ ഇങ്ങോട്ട് പോവും, എന്താണോ നീ കാണുക. എൻ്റെ ഒരു സ്കൂട്ടിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ചായ കുടിക്കാൻ ആ സൈഡുള്ള ചായക്കടയിലോട്ടും ഈ അപ്പൊ പ്രിൻസ് പറഞ്ഞു, ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചെടുത്തപ്പോഴാണ് നീ ഹൃദയത്തിലുള്ളതെന്ന് മനസ്സിലായത്. അപ്പൊ അങ്ങനെ ചായ കുടിക്കാൻ പോകുന്നത് കണ്ടിട്ടാണ് പ്രിൻസ് ഇങ്ങനെ ഓസ്ലറിലോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അങ്ങനെ മിഥുൻ ചേട്ടനെ പോയി കണ്ടു. മിഥുൻ ചേട്ടൻ പറഞ്ഞു, എടാ ഓക്കെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് ഇതുപോലെ മിഥുൻ ചേട്ടനും എന്താ പറയാ, ഒരു ഭയങ്കര സ്പേസ് വരും നമുക്ക്. ഇപ്പൊ ആ ചേനയുടെ സീനിന് മുന്നേ ഉള്ള കവിത പറയുന്നുണ്ടല്ലോ, അത് മിഥുൻ ചേട്ടൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ പോയി ഒരു കവിത എഴുതിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട്. ഈ കവിത അതിൽ പറയുന്ന കവിത അല്ല എന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് എഴുതിയല്ല, ഞാനും അതിലത്തെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് ബാസി, ഞങ്ങൾ രണ്ടുപേരും കൂടെ എഴുതി. അതിനകത്ത് മിഥുൻ ചേട്ടൻ ചെയ്ത കറക്ഷനിലുള്ള മിഥുൻ ചേട്ടന്റെ കൈപ്പടയിൽ എഴുതിയൊരു പേപ്പർ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് എഴുതിയൊരു കവിതയാണത്. അതാണ് ആ സാധനം പറയുന്നത്. ശരിക്കും ആ രണ്ടര, കാരണം പോവല്ലേ ബാക്കിയും കൂടെ ഉണ്ട് എന്ന് പറയുന്നത്. ബാക്കിയും കൂടെ ഉണ്ടാവും, ഒരു പേജ് നിറയുള്ള കവിതയായിരുന്നു. പിന്നെ സിനിമയിൽ അത്ര വെക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും അപ്പൊ അത്ര കവിത എഴുതി എന്ന് വെച്ചാൽ ഞാൻ ഫുള്ള് എഴുതിയില്ല, ഞാൻ കുറച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതെ, അതുകൊണ്ട് പിന്നെ മിഥുൻ ചേട്ടൻ ഫുള്ള് ഉണ്ടോ? ഇല്ല, അതൊന്നുമില്ല, അഭിനയം മാത്രമാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. ഹൃദയം കഴിഞ്ഞപ്പോഴാണോ ഓസ്ലർ കഴിഞ്ഞപ്പോഴാണോ ഇനി സിനിമ നമ്മൾ ഏകദേശം ആ ട്രാക്കിലായി എന്നുള്ളൊരു തോന്നല് തന്നത്?
എന്ന് വെച്ചാൽ ട്രാക്കിലായി എന്നല്ല, നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ഇനിയിപ്പോ എപ്പോഴും സ്ട്രഗിൾ ആണെങ്കിലും ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അതിൽ ആഗ്രഹത്തിൽ ഒരു മാറ്റമില്ല. തുടക്കത്തിൽ ഇപ്പൊ 2014 മുതൽ നമ്മൾ ആഗ്രഹം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും. അതിലൊരു മാറ്റമില്ല. നമ്മളിപ്പോ സ്ട്രഗിൾ ആണെങ്കിലും 2-3 സിനിമ കിട്ടിയാലും ത്രൂ ഔട്ട് സിനിമ ചെയ്യുമ്പോഴും ഒക്കെ ആഗ്രഹം അതേപോലെ തന്നെ ഉണ്ടാവും. അല്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും അത് ഇത്രയും വർഷത്തെ ഒരു ജേണി ആണല്ലോ, നമുക്ക് ഒന്ന് ക്ലിക്ക് ആവാൻ കുറച്ച് സമയം എടുത്തു. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെ അതായത് ഒന്ന് വേറെ ചിന്തിച്ചോ, വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് ഞാൻ പോണോ? അങ്ങനെ ഭയങ്കര ഡൗൺ ആവുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുന്നേ ഇതുപോലെ കൊറോണ ടൈമിലൊക്കെ ഭയങ്കര പീക്കാവുമല്ലോ സ്ട്രഗിളിന്റെ. എന്ന് വെച്ചാൽ ഇതൊന്നും നടക്കുന്നില്ല, ഫിനാൻഷ്യലി തകർന്നു കിടക്കുന്നു, പടമൊന്നും വരുന്നില്ല, ഇനി അങ്ങോട്ട് മുന്നോട്ട് പ്രോജക്റ്റ് ഒന്നും ഇറങ്ങാനില്ല എന്നുള്ളൊരു പോയിന്റിൽ നമ്മൾ എങ്ങനെയായാലും ഇത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിർത്തി, ഇനി മറ്റേ പരിപാടിയിലോട്ട് പോവാന്ന് പറയുമ്പോൾ ഒരു കോൾ വരും എവിടെയെങ്കിലും. ഇപ്പൊ എനിക്ക് ഇതുപോലെ ഒരു കോഴിക്കോട് നിന്ന് ഒരു ഫിലിമിന്റെ കോൾ വന്ന് ആ സിനിമ ഇറങ്ങി. ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ഇതിൽ തന്നെ നിൽക്കണം എന്ന് പിന്നെയും എന്തോ ഒരു സാധനം ഉള്ള പോലെ. ഇപ്പൊ ആ ഡയറക്ടർ വിളിച്ചു, ഞാൻ പോയി കോഴിക്കോട് ഓഡിഷൻ കൊടുത്തു, അത് ഓക്കെ ആയി. അപ്പൊ എനിക്ക് റോള് അവർ അതിനകത്ത് ഓൾമോസ്റ്റ് ലീഡ് പോലത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ എടാ നിന്റെ പരിപാടി വർക്കാണ്, നമുക്ക് കൺട്രോളർ വിളിക്കും എന്നുള്ള പോയിന്റ് വരെ എത്തിയിട്ട് അന്ന് രാത്രി തന്നെ ഡയറക്ടർ മെസ്സേജ് അയച്ചു, എടാ ഞാൻ ആലോചിച്ചപ്പോൾ ഇന്ന ആളുടെ മോനായിട്ട് നിന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ ലുക്ക് വൈസ് അങ്ങോട്ട് ശരിയാവുന്നില്ല. പക്ഷെ അപ്പൊ അന്ന് ഞാൻ ആലോചിച്ചു, അന്ന് ഞാൻ കുറച്ച് ഡെസ്പായി. പക്ഷെ ഞാൻ ആലോചിച്ചു ഇതെന്തോ ഞാനിപ്പോ നിർത്തി പോകാന്നുള്ള പോയിന്റിൽ എത്തി. അവിടുന്ന് എവിടുന്ന് ഒരു കോള് വരുന്നു. ഈ കോള് വന്നത് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടൊന്നുമല്ല, ആ കോൾ അല്ലാതെ വന്ന്. അപ്പൊ ഞാൻ എന്തോ ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. ചില സമയത്ത് അതായത് പറഞ്ഞ ലക്ക ഉണ്ടെന്നൊക്കെ ഇപ്പൊ നമുക്ക് തോന്നും. കാരണം അങ്ങനത്തെ ഒരു സാധനം കൂടെ ഉണ്ട്. നമ്മുടെ ഹാർഡ് വർക്കിന്റെ കൂടെ ഒരു പുഷും കൂടെ കിട്ടിയാൽ നല്ലതാണ്. കുറച്ചുകൂടി അതെ. ഇപ്പൊ ഓസ്ലറൊക്കെ അത്രയും നല്ലൊരു കഥാപാത്രം, അത് കഴിഞ്ഞ് സിനിമ ഭയങ്കര സക്സസ് ആയി. ആ ഒരു സമയത്ത് നമുക്കൊരു തോന്നൽ വരൂലേ, അതായത് ഇനിയിപ്പോ ബാക്ക് ടു വർക്ക് കുറെ വർക്കുകൾ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെ പ്രതീക്ഷിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ ചിലപ്പോൾ കുറെ സമയത്തേക്ക് നമുക്ക് കോൾസ് ഒന്നും വരില്ല, ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല, പിന്നെ ആയിരിക്കും ഒരു സിനിമ കിട്ടുന്നത്. എങ്ങനായിരുന്നു? അല്ല, എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ എന്റെ കൂടെ തന്നെ ഇപ്പൊ ടെക്നീഷ്യൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നുകൊണ്ടിരുന്ന കുറെ ആൾക്കാർ കൂടെയാണ്. ഇപ്പൊ ഓസ്ലർ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഇപ്പൊ എല്ലാ സിനിമയിൽ നിന്നും നമുക്ക് കുറെ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവുമല്ലോ. എനിക്ക് സത്യം പറഞ്ഞ സിനിമകൾ അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതൊക്കെ ഈ ഫ്രണ്ട്ഷിപ്സ് വഴിയാണ്. അപ്പൊ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ മാത്രം സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്ക് ചെയ്യുന്ന പോലെ അല്ല ഇവരും കൂടെ ഉള്ളപ്പോ. അപ്പൊ ഇതുപോലെ ഹെൽപ്പ് അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളും ചെയ്യും. ഞാൻ പറഞ്ഞത് ആ ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധനം. ഇപ്പോൾ ഓസ്ലറിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രിൻസ് ആണെങ്കിലും രജീഷ് ഏട്ടനാണെങ്കിലും അതിലത്തെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത പ്രിൻസ് ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കര കമ്പനിയാണ്. ഇപ്പോഴും ഞാൻ എല്ലാ ദിവസവും വിളിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനിപ്പോൾ സിനിമകൾ വരുമ്പോൾ അവരോട് സജഷൻ ചോദിക്കും. അങ്ങനെ ഓരോ സിനിമയിലും ഒരു സെറ്റ് ഓഫ് ആളുകൾ. ജിംഖാനയിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ബോബി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റഹ്മാൻ കട അസോസിയേറ്റ് ഉണ്ട്, ഷിയാബ്ക്കയോട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വിളിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ കരിയർ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ മാത്രമല്ല ഇതിനകത്ത്, എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു എന്താ പറയാ ഒരു എഫേർട്ടോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പുഷും കൂടെ ഉണ്ട് അതിനകത്ത്. സിനിമയിലെ സൗഹൃദം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത് ഒരു അത് കീപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഫോഴ്സ്ഫുള്ളി നമ്മൾക്കിപ്പോ കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവരൊക്കെ നമുക്ക് പേഴ്സണൽ ലെവലിൽ കണക്ട് ആവുന്ന ഒരേ ബാക്ക്ഗ്രൗണ്ടെന്നോ അല്ലെങ്കിൽ ഒരേ ആഗ്രഹമായിട്ടൊക്കെ സിനിമയ്ക്ക് വേണ്ടി പാഷനേറ്റ് ആയിട്ട് നടക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ടല്ലോ. അത് പ്രത്യേകിച്ച് സിനിമയിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്ന് ഇതിനു വേണ്ടി നിൽക്കുന്നവർ വരെ. അപ്പൊ അവരായിട്ട് നമ്മൾ കൂടുതൽ കണക്ട് ആവും. അപ്പൊ അങ്ങനെ കണക്ട് ആയ ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ നമ്മുടെ സ്ട്രഗിൾ ഉണ്ട്. ചില സമയത്ത് നമ്മൾ ഇതുപോലെ കൂടുതൽ രക്ഷപ്പെടും, ചില സമയത്ത് അത് ഡൗൺ ആവും. അപ്പൊ ആ സമയത്തൊക്കെ ഒരേപോലത്തെ മൂഡ് പിടിച്ചങ്ങ് പോവാ. അതെ, അതിപ്പോ ഓസ്ലർ ഇറങ്ങി, ഹൃദയം ഇറങ്ങി, നമ്മൾ ഒന്ന് റെക്കഗ്നിഷൻ കിട്ടി തുടങ്ങിയല്ലോ. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്കൊക്കെ പോയപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? അത് അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത കുറെ ആ സമയത്ത്. കാരണം എന്താ വെച്ചാൽ ഈ സ്ട്രഗ്ലിംഗ് പീരീഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി കോൺഫിഡൻസ് കുറവാകും. അതിന്റെ ഇടയിൽ കൂടെ ഇവരും കൂടെ കുറച്ച് ഡാർക്ക് വരുമല്ലോ. ഇപ്പൊ നാട്ടില് ബാക്കിയുള്ള ആൾക്കാർ, ചില ആൾക്കാർ വന്നിട്ട്, എല്ലാവരും അല്ല ഞാൻ പറഞ്ഞ, ചില ആൾക്കാർ ഭയങ്കര പോസിറ്റീവായിട്ട് ഇതിനെ കാണും. പക്ഷെ ചില ആൾക്കാർ വെറുതെ ചൊറിയാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളോട് വന്നിട്ട് വേണം വെച്ചിട്ട്, അത് ചിലപ്പോൾ നമ്മളെ ഹെർട്ട് ചെയ്യാനോ ഇതായിട്ടല്ല, പക്ഷെ അവർക്കൊരു സുഖം അതിൽ കിട്ടുമല്ലോ. എന്താ ഈ പടം ഒന്നും ആയില്ലേ എന്ന് വെച്ചാൽ ചുമ്മാ പോകുന്ന ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കുറെ കാലം സത്യം പറഞ്ഞാൽ നാട്ടിൽ പോയിട്ടില്ല. കാരണം നമുക്ക് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഇതുപോലെ ഇത് ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ മുമ്പിലൊക്കെ ചെയ്യാം. അപ്പൊ അവരെയും ചുമ്മാ ബുദ്ധിമുട്ടിക്കേണ്ടത് വെച്ചാൽ ഞാൻ കുറെ കാലം നാട്ടിലൊന്നും പോകാതൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ
പിന്നെ ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ നാട്ടിലൊക്കെ പോയി ചുമ്മാ ഒന്ന് നടക്കും. ഒന്ന് ചായ കുടിക്കാനൊക്കെ ഒന്ന് അവിടെ ചായ ഇവിടെയൊക്കെ. കുടിക്കാനൊക്കെ ഇറങ്ങി. അപ്പൊ അതൊക്കെ തിരിച്ചു കേൾക്കുമ്പോ ഒരു സുഖം അതെ, അല്ലേ? ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഓ അതിലും ഉണ്ടല്ലേ. അപ്പൊ ദൃശ്യത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അതെ. അവിടെ പോകുമ്പോ ലാലേട്ടൻ എങ്ങനെയുണ്ട് അങ്ങനെ എല്ലാവർക്കും അത്രയും അറിയാൻ അറിയാൻ അത്രയും ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് ലാലേട്ടന്റെ കൂടെ വരുന്നത്. അപ്പൊ അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അല്ല, ദൃശ്യം 1 നമ്മൾ കാണുമ്പോ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലല്ലോ അല്ലേ? അതാ അതാ 2, 3 വരുന്ന പോലും നമുക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് നമ്മൾ ഒട്ടും ദൃശ്യം ഇത് ഇങ്ങനെ ജോണറിലുള്ള സിനിമയാന്ന് പോലും പ്രതീക്ഷിക്കാതെയാണെന്ന് ഫസ്റ്റ് ഡേ സിനിമ കാണുന്നത്. അപ്പൊ അതിന്റെ ഷോക്ക് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു തരിപ്പൊക്കെ ഇപ്പോഴും. ആ, പിന്നെ ദൃശ്യം 2 തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. അതിന്റെ ഒരു എന്നുവെച്ചാൽ ദൃശ്യം 2 2 ഡയറക്റ്റ് OTT OTT റിലീസായിരുന്നു. കോവിഡ് ദൃശ്യം 3 ടൈമിലായിരുന്നു. എന്തുകൊണ്ടും ഉം. എക്സൈറ്റഡ് ആണ്. തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റും. അതായത് ലാലേട്ടന്റെ ബർത്ത്ഡേ. അതെ, എല്ലാം കൊണ്ട് നമ്മൾ അതെ ഒന്നാമത് ദൃശ്യം എന്നുള്ള ആ ഒരു പേര് കേൾക്കുമ്പോ തന്നെ അതെ. നമുക്ക് വേറെ പ്രൊമോഷൻസ് പോലും വേണ്ട, എല്ലാരും അങ്ങ് കേറിക്കോളും. അതെ, നമ്മളും കട്ട വെയിറ്റിംഗ് ആണ്. ഇനി ദൃശ്യം ഇറങ്ങിയിട്ട് ഒന്നുകൂടെ നാട്ടിൽ പോകണം അല്ലേ? ദൃശ്യം ആണെങ്കിൽ അതെ. കാരണം കുറച്ചുകൂടെ പ്രൗഡ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ആൾക്കാർ ആണെങ്കിലും അവർക്കും ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ എല്ലാരും ഭയങ്കര പ്രാക്ടിക്കലായിട്ട് വന്ന് ഓ നീ നടന്നതിന് ഇങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലായി. ഇപ്പൊ എല്ലാരും ഈക്വലി എക്സൈറ്റഡ് ആണ്. ഇതിലുണ്ടല്ലേ അടിപൊളി അങ്ങനത്തെ. ഓക്കെ. ഇപ്പോ വലതുവശത്തെ കളന്റെ കാര്യം പറഞ്ഞ സമയത്ത് അതായത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക ഒരു തോട്ട് വന്നല്ലോ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് പോയി പറഞ്ഞു, അതുകൊണ്ട് അത് മാറി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുക ഈ കരിയർ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ? കാരണം ഡിഫറെന്റ് കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടണം. അല്ല അത് ഇതേ പറഞ്ഞ ഇപ്പൊ ജിത്തു സാറിന്റെ ഒക്കെ ഒരു ക്വാളിറ്റിയാണ്. ഇപ്പൊ ഇത്ര വലിയൊരു ഡയറക്ടറാണ്. ഇപ്പൊ അദ്ദേഹം ഇത്രയും തിരക്കിനിടയിലും ഇത് കേട്ട് നമ്മളെ പോലെ ഇങ്ങനെ ഒരു എന്താ പറയാ അപ്കമിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഇപ്പൊ എന്റെ കൺസിഡർ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ജിത്തു സാർ അത് കേട്ട് അതിനു വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്ത് എടാ നീ ഇങ്ങനെ വന്ന് പറഞ്ഞ് നന്നായി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ അങ്ങനത്തെ ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയി പെടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അത് വലിയ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം. അല്ലാതെ നമുക്ക് ഇത് കരിയർ പ്ലാൻ ചെയ്ത ഒരു രീതിക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പൊ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പൊ കുറെ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അവരുടെ അടുത്ത് കുറെ കാര്യം പഠിക്കാൻ പറ്റി. അപ്പൊ അതാണ് എനിക്കൊന്ന് മുന്നോട്ടുള്ള ജേർണിയിലും നമുക്കുണ്ടാകുന്ന പുഷ് അതാവുമെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതെ, അവസരങ്ങൾ. നല്ല അല്ലാതെ നമുക്ക് അവസരത്തിന് വേണ്ടി നല്ല അവസരം എന്നല്ല, നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോ അതിനെ ഉം. എല്ലാ എഫേർട്ടും ഇട്ടിട്ട് അത് അടിപൊളിയാക്കാൻ നോക്കുക. പിന്നെ മാക്സിമം ഓക്കെ. ഏതെങ്കിലും റെഫറൻസ് എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ? അതായത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ റെഫറൻസ് പഴയത് ഏതെങ്കിലും നോക്കുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ചില ഇതിന് ഇപ്പൊ ഹോസ്റ്റലറിനൊക്കെ എന്ന് വെച്ചാൽ ആ കാലഘട്ടം കുറച്ച് പീരീഡ് പഴയതാണ്. ആയതുകൊണ്ട് ആ സമയത്തുള്ള സിംഗേഴ്സ്, ആ സമയത്തുള്ള സിനിമകള്, ആ സമയത്തെ ട്രെൻഡ് എന്താണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അപ്പോഴത്തെ ആൾക്കാരുടെ ഒരു അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പോഴത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നു ഏകദേശം എന്നുള്ളൊരു ട്രെൻഡ്. അപ്പോൾ ഹോസ്റ്റലറിന് എനിക്ക് തോന്നുന്നു നമ്മൾ റിസർച്ച് ചെയ്ത് ക്യാരക്ടറിന് വേണ്ടി നോക്കി ഏതോ ഒരു ഹിന്ദി, കാരണം ഇവനൊരു കോഴിയാണല്ലോ. അപ്പൊ ആ സമയത്ത് ഇവൻ ആരെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ പോലെ അപ്പൊ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ച് ഏതൊരു ഹിന്ദി സിംഗറൊക്കെ ഉണ്ടായി. എന്നിട്ട് കുറെ കാലം അവരുടെ പേര് മറന്നുപോയി. കുറെ കാലം അവരുടെ വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ ആലോചിച്ച് അപ്പൊ ചില ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. ആ കോസ്റ്റ്യൂംസും ഏതെങ്കിലും കോസ്റ്റ്യൂം അല്ല കോസ്റ്റ്യൂം ഒക്കെ പിന്നെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ അല്ല റിസർച്ച് കോസ്റ്റ്യൂംസ് ചെയ്ത് ഏതെങ്കിലും എടുത്തോണ്ട് വന്നിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഇഷ്ടം തോന്നുന്നു അങ്ങനെ 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 പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോസ്റ്റ്യൂംസ് ഞാൻ കുറെ അടിച്ചു മാറ്റി കൊണ്ടുപോകാറുണ്ട്. നല്ല കോസ്റ്റ്യൂമാണ് മേടിക്കാറില്ല. ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് പറയും. ഇപ്പൊ മഷർക്കൊക്കെ ആവുമല്ലോ മിക്കവാറും എല്ലാ സിനിമ മഷർക്ക് അങ്ങനെ പരിചയമുള്ള കോസ്റ്റ്യൂമേഴ്സിന്റെ അടുത്താണെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതെങ്ങനെ എടുക്കുക. അതെ, പിന്നെ എനിക്ക് വേണം. നല്ല കോസ്റ്റ്യൂം ആണെങ്കിൽ എടുത്തോണ്ടു. അല്ലാതെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ചാൽ എനിക്ക് തോന്നുന്നു ബൾട്ടിയുടെ ജേഴ്സി എടുത്തു വെച്ചിട്ടുണ്ട്. ബൾട്ടിയുടെ ജേഴ്സി കാരണം അതൊരു സ്പോർട്സ് റിലേറ്റഡ് മൂവിയും കൂടി ആയതുകൊണ്ട് അതിനൊരു പേഴ്സണൽ കണക്ഷൻ കൂടി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ബൾട്ടിയുടെ ജേഴ്സി ഇപ്പോഴും വീട്ടിലുണ്ട്. ബൾട്ടിയുടെ ഫൈറ്റ് സീൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് ഞാനും ആദ്യമായിട്ടാണ് സിനിമയിൽ ആക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ജിംഖാനയിലുണ്ടെങ്കിലും അങ്ങനെ അങ്ങനെ ആക്ഷൻ സീക്വൻസ് കുറെ ഇല്ലല്ലോ, ഭയങ്കര കുറവുണ്ടായിരുന്നു. എനിക്ക് ബോക്സിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ബൾട്ടിയുടെ എന്താ പറയാ സന്തോഷ് മാസ്റ്റർ ആയിരുന്നു ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്ത്. അപ്പൊ സന്തോഷ് മാസ്റ്ററുടെയും ആദ്യത്തെ ഇൻഡിപെൻഡന്റ് സിനിമയായിരുന്നു. ഷെയ്ൻ ആ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തുടക്കത്തിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഷെയ്നും വന്ന് കുറെ കോൺഫിഡൻസ് തരും. ഞാൻ ലുക്കുവിനെ കുറെ വിളിച്ചിട്ടുണ്ട്. ലുക്കും ഇതുപോലെ പറയാടാ അതൊക്കെ ശരിയാവും, നീ ആ ടൈമിംഗ് ഒക്കെ പിടിച്ചങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ അലക്സേട്ടൻ ഇതിന്റെ DOP RDXന്റെ ഒക്കെ DOP അലക്സേട്ടനാണ് ഉണ്ടായിരുന്നത്. അലക്സേട്ടൻ എന്നോട് പറഞ്ഞാൽ നീ കുറച്ച് ടൈം എടുത്ത് ചെയ്യ്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ സജഷൻ തന്ന് മാസ്റ്ററും ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. പിന്നെ ഉണ്ണി പിന്നെ കൂട്ടുകാരനായോണ്ട് ഇവന് തെറി വിളിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു പോയിന്റ്. പിന്നെ ലാസ്റ്റ് അങ്ങ് ശരിയായി. പിന്നെ ചെയ്തത് ഭയങ്കര സെറ്റായി എല്ലാവരും. പിന്നെ എല്ലാ ദിവസവും ഫൈറ്റ്, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഫൈറ്റ് ആണ്. ബൾട്ടിക്കകത്ത് 4-5 ഫൈറ്റ് ഉണ്ട്. പിന്നെ ആ എനർജിയിൽ അങ്ങ് കുറെ ഇടി കിട്ടി. കിട്ടി.
ആ കുറെ DT. ആ സോഡ ഫാക്ടറി ഫൈറ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു 1.5 ദിവസം ആ നല്ല സീനായിരുന്നു. ഫസ്റ്റ് കാരണം നമ്മള് ഫ്ലോർ മാറ്റ് ഇട്ടിട്ടല്ല ഷൂട്ട് ചെയ്തത്, ഓ ശരിക്കും തറയിൽ തന്നെയാണ് കിടന്ന് ഉരുളലും ഇതൊക്കെ. കാരണം കുറെ വൈഡ് ഷോട്ടും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഉണ്ട്. അപ്പൊ ആ നമുക്ക് അവിടെ ഫ്ലോർ മാറ്റ് ഒന്നും ഇട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അപ്പൊ അതിൽ റോൾ ചെയ്ത് പോകുന്ന ഈ സ്കോർപ്പിയോൺ കിക്ക് കഴിഞ്ഞ് റോൾ ചെയ്ത് പോകുന്ന ഒരു സാധനത്തില് ആ പുറം പോയി നല്ലൊരു ആ ഇടി ഇടിച്ച് ഒരു മുറിയുമല്ലോ 1.5 ദിവസം നല്ല അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ കിടപ്പായിരുന്നു. ഓ പിന്നെ 1.5 ദിവസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഫൈറ്റ്. ആ അതെ കുറച്ച് 1 ദിവസം 1.5 ദിവസം റെസ്റ്റ് ബോഡി ഒന്ന് സെറ്റ് ആയി റെസ്റ്റ്, പിന്നെയും ഫൈറ്റ്. ആ കാരണം അത് ത്രൂ ഔട്ട് ഫൈറ്റ് അവിടെ ആ ചെയ്യാതിരിക്കാനും പറ്റില്ല നമ്മുടെ അല്ല, ടൈമിംഗ് അതിൽ ഒക്കെ ഫൈറ്റ് കഴിഞ്ഞാൽ പിന്നെ കബഡിയാണല്ലോ. അതെ അപ്പൊ അതിൽ ദേഹം അനങ്ങാത്ത പരിപാടി ഇല്ല. അവിടെ കബഡി പഠിച്ചോ ആ കബഡി പഠിച്ചു. കബഡി രമേശ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള സ്റ്റേറ്റ് ടീമിന്റെ കോച്ച് ചെയ്തുകൊണ്ടിരുന്ന ഉം, രമേശ് സാറായിരുന്നു കബഡി കോച്ച്. അപ്പോൾ ഒരു 1.5 മാസം ഉം, 1 മാസം ട്രെയിനിങ് ഉം, രമേശ് സാറിന്റെ അണ്ടറിൽ എല്ലാവരും. ആണ് ഓക്കെ അപ്പൊ അതിന്റെ കുറച്ച് ABCD പാഠങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ABCD പാഠങ്ങളൊക്കെ പഠിച്ചു. പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജിംഖാനയിലാണെങ്കിൽ ബോക്സിംഗ് പഠിക്കാനും പറ്റിയില്ല അതിന്റെ ഒരു ബോക്സിങ് ഞാൻ പക്ഷെ അറിയാലോ പോയിരുന്ന് അല്ല എന്ന് വെച്ചാൽ കുറച്ചറിയാം, അത്രേ ഉള്ളൂ. ആ അല്ലാതെ എനിക്ക് 1-2 മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ ബോക്സിങ് പഠിക്കാനൊന്നും എഫേർട്ട് ഇടുക അങ്ങനെയൊന്നും അതിനകത്ത് ആവശ്യമില്ല. അപ്പോൾ ആ പിന്നെ പക്ഷെ ഇവരെ പിഴിഞ്ഞു കൊടുക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കാറുണ്ടായിരുന്നു. ഇവരുടെ കോച്ചിങ്ങിന്റെ സമയത്ത് ഒരു സുഖം ഒരു സുഖം ആ അത് കണ്ടോണ്ടിരിക്കൽ. ആ ഓക്കെ നിങ്ങൾ എല്ലാവരും ആ ഒരു ഗ്യാങ് ആ ഒരു ആ അറ്റ്മോസ്ഫിയർ അതുകൊണ്ട് രസമാണല്ലോ എല്ലാ ദിവസവും എല്ലാവരും കാണും. അപ്പൊ അവരുടെ ട്രെയിനിങ്ങിന്റെ സമയത്താണെങ്കിലും ഉം, ഫുൾ ടൈം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉം, ആ ഒരു 5-6 മാസം അടിപൊളിയായിരുന്നു. അല്ല ബൾട്ടിയുടെ സെറ്റ് ആയിരുന്നു ജിംഖാനയുടെ സെറ്റ് ആയിരുന്നു കുറച്ചുകൂടി എന്റർടൈൻമെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്റർടൈൻമെന്റ് ജിംഖാന തന്നെയാണ്. അത് ജിംഖാന അതിനെ ബീറ്റ് ചെയ്യാൻ ഇനി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പടിയാ തോന്നുന്നു. കാരണം ഇത്രയധികം ആൾക്കാര്, ആ അതിലും ഇപ്പൊ ഖാലിദ് റഹ്മാൻ, ജിംഷി ഖാലിദ് പോലെയുള്ള ആൾക്കാർ ഹെഡ് ചെയ്ത് നിൽക്കുന്നു. ആ ഒരു പറ്റം സംഘം ഇപ്പുറത്ത് നിൽക്കുന്നു. ഉം, അതായത് നമ്മള് കുറെ ആൾക്കാരുണ്ടല്ലോ. ഉം, ഇപ്പൊ നസ്ലിനാണെങ്കിലും ലുക്കു, ഉം. ഗണപതി, ബേബി, സന്ദീപ്, ഫ്രാങ്കോ, കാർത്തി, എല്ലാരും ഷോൺ, അപ്പൊ എല്ലാരും ഒരു സെറ്റ് ഓഫ് ആൾക്കാർ. അത് ഭയങ്കര ഫണ്ണാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഉം, ആഹ് അതുപോലെ സംഭവിക്കട്ടെ ഇനി അതെ ഏതെങ്കിലും ഭാവിയിൽ ഒരു അതെ പ്രൊജക്ട്. ഒരു സെറ്റ് ഇനിയും വരട്ടെ എന്നത് അതെ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ചില സിനിമകൾ നമുക്ക് വേണ്ടി പറഞ്ഞിട്ട് പിന്നെ മാറിയിട്ട് വേറൊരാൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ കുറെ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഉള്ളത് അത് പക്ഷെ എനിക്ക് സിനിമകൾ ഇപ്പൊ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. അത് ഇതിന്റെ ഈ ആ, ജേർണിയുടെ ഒരു ഭാഗമാണ്. ആദ്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് തുടക്കത്തിൽ ഇത് ഭയങ്കര ഫ്രസ്ട്രേഷനും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ശീലമായി. ഉം. അത് ഇനിയിപ്പോ അത് അതിന്റെ നമുക്ക് ഫ്ലോയിൽ അങ്ങ് പോവാ. ആ അല്ല ഇപ്പൊ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അതായത് നമുക്ക് പറയാൻ ഒരു ഇപ്പൊ ഒരു അതെ അതെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അതെ. തുടക്കത്തിലുള്ള അത്രയും സ്ട്രഗിൾ ഇപ്പൊ ഇല്ലല്ലോ അതാണ് പറഞ്ഞത്. അതെനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് തുടക്കത്തിൽ എന്തായാലും നമുക്ക് ആ ഒരു സ്ട്രഗിൾ, പക്ഷെ അത് അപ്പൊ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ നമ്മൾ ഭയങ്കര എന്താ പറയാ ഇമോഷണലി ഭയങ്കര വീക്കായി വീക്കാവും. അല്ലെങ്കിൽ പോവും ചില സമയത്ത് നമുക്ക് ആ ഒരു ഭയങ്കര ലോ ആവും. പക്ഷെ അതിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ശരിയാവും. അപ്പൊ ശരിയാവും സ്ട്രഗിൾ ചെയ്യുന്നവരോടൊക്കെ അത്രേ പറയാനുള്ളൂ. അത് ആ ഒരു ഫേസ് എന്തായാലും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് നമ്മൾ റെക്കഗ്നിഷൻ ആയി ഫേമസ് ആയി തുടങ്ങുമ്പോൾ കുറെ ആളുകൾ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കും ചേട്ടാ എനിക്ക് എന്തെങ്കിലും അവസരം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരോടൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ല ഞാൻ എനിക്ക് പ്രോപ്പറായിട്ട് അറിയുന്ന ഓഡിഷൻ കോൾ വരുമ്പോൾ ഞാൻ അയച്ചു പറഞ്ഞു കൊടുക്കും. കൊടുക്കും പിന്നെ പേജസ് അറിയുന്നത് ഫോളോ ചെയ്യാൻ പറയും ഉം. അവരോട്. പിന്നെ എന്താ വെച്ചാൽ കണ്ടന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവരോട്. ഇപ്പൊ ഇൻസ്റ്റ ഒരു സത്യം പറഞ്ഞാൽ അതെ ഭയങ്കര ഒരു വലിയ ഉം. പ്ലാറ്റ്ഫോം ആണ്. ഉം. അപ്പോ അത് പിന്നെ വാഴ 2 കണ്ട അതെ എല്ലാവർക്കും അതാണ്. അറിയാം അപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ പ്രോപ്പർ ഓഡിഷൻ ആയിട്ട് നടത്തിയിട്ട് ചെയ്യുന്നില്ല. ഉം. അപ്പൊ അത് അങ്ങനെ മാക്സിമം നമുക്ക് നമ്മുടെ വിസിബിലിറ്റി കൂടാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളതാണ്. റെസ്പോണ്ട് ചെയ്തില്ല എല്ലാവരോടും ആ മെസ്സേജ് വരുന്നവരോടൊക്കെ കാരണം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഒരു സിനിമ ചെയ്ത് കുറച്ചാകുമ്പോൾ ആളുകളുടെ വിചാരം നമുക്ക് കുറെ അവസരങ്ങൾ കിട്ടും അല്ലെങ്കിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു രീതിയിൽ നടക്കും എന്നുള്ള ഒരു സംഭവം കൊണ്ടായിരിക്കുമല്ലോ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവുക അല്ല അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ തുടക്കം സമയത്ത് ഞാനും കുറെ പേർക്ക് ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫീലിംഗ് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് അത് ഞാൻ അങ്ങനെ അവോയ്ഡ് ചെയ്യാറില്ല. അത് ഞാൻ റെസ്പോണ്ട് ചെയ്യും. അവർക്കൊരു സമാധാനമാണല്ലോ അതെ ആ അതാണ്. ഒരു സംഭവം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഏതൊക്കെ രീതിയിലുള്ള റോൾസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എനിക്ക് കുറച്ചുകൂടെ കോമഡി, കുറച്ചുകൂടെ ലൈറ്റ് ഹാർട്ടഡ് കോമഡി അങ്ങനത്തെ സാധനമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. പിന്നെ നെഗറ്റീവ് ഷെയ്ഡും ഇതുവരെ ചെയ്യാത്ത തരം നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഫാന്റസി ജോണറിലുള്ള സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ കുറെ ഉണ്ട്. നമുക്ക് വരണം ഇനി അതെ, ഏതൊക്കെ നടക്കുമെന്ന് നോക്കാം. അതെ കോമഡി ചെയ്യാൻ കുറച്ചുകൂടെ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് മിക്കവാറും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ നല്ല ഡയറക്ടേഴ്സിനെ കിട്ടിയാൽ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ ഇപ്പൊ ഇത്രയും നാൾ വർക്ക് ചെയ്തതിൽ ഏറ്റവും ഡയറക്ടർ നമ്മൾ കുറെ പഠിക്കാനുണ്ട് ഏത് ഡയറക്ടറുടെ അടുത്താ കുറച്ച് അധികം പാഠങ്ങൾ പഠിച്ചെന്ന് പറയാൻ പറ്റുന്നു അല്ല അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതുവരെ ചെയ്ത ടോപ്പ് ഡയറക്ടേഴ്സിന്റെ കൂടെ എല്ലാം കുറെ അധികം കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഇപ്പൊ വിനീത് ശ്രീനിവാസൻ, വിനീതേട്ടനാണെങ്കിലും, മിഥുൻ മാനുവൽ തോമസ്, മിഥുൻ ചേട്ടൻ, ഖാലിദ് റഹ്മാൻ, അതുപോലെ ഇപ്പൊ ചിത്തു സാർ, ബാച്ചലർ പാർട്ടി 2 ഒരു ചെറിയ റോളുണ്ട്. അപ്പൊ അമലേട്ടൻ, അങ്ങനെ
ഇപ്പൊ നമുക്ക് കരിയറിൽ സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് ആഗ്രഹിച്ച സ്ഥലത്ത് നിന്ന് നമ്മൾ സ്വപ്നം കണ്ട ഡയറക്ടേഴ്സിന്റെ കൂടെയൊക്കെ ചെറിയ രീതിക്കെങ്കിലും ഭാഗമാവാൻ പറ്റുന്നതിൽ ഭയങ്കര വലിയ സന്തോഷമുണ്ട്. കാര്യം. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ജിജു സാറിന്റെ സെറ്റ് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാ ദൃശ്യം സെറ്റ്? ജിത്തു സാറിന് എന്താ പറയാ, ബാക്കിയുള്ള സെറ്റ് പോലെ അല്ല. ഇവർ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആണ്. ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ നടക്കുന്ന വെച്ചാൽ അത് നടക്കും. നമുക്ക് രാവിലെ സമയത്തിന് എത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഷോട്ട് ഉണ്ടാവും. ജിത്തു സാർ വന്ന് ബ്രീഫ് ചെയ്യും. ഇതുപോലെ പ്രോപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് തരും. സീനിന് മുന്നേ സ്ക്രിപ്റ്റ് ആയിട്ട് തരും. അങ്ങനെ പ്രോപ്പർ ഫോർമാറ്റിൽ പോകുന്ന. അമൽ സാറിന്റെ സെറ്റോ? അല്ല, അമലേട്ടനകത്ത് ഞാൻ ചെറിയ ചെയ്തിട്ടുണ്ട്. എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതും അമലേട്ടനും ഇതുപോലെ തന്നെ ഭയങ്കര, ഇവരൊക്കെ സീനിയർ ഡയറക്ടേഴ്സ് ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഡിസിപ്ലിൻ എന്തായാലും ആ സെറ്റിൽ ഉണ്ടാവും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡിഫറൻസ് നല്ല രീതിക്ക് മനസ്സിലാവുന്നത്. ഇനി ഒരു ഡ്രീം റോള് നമ്മൾ ഏതാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ദൃശ്യത്തിലെ റോള് നമുക്ക് അതുമായിട്ട് ഏതെങ്കിലും ത്രില്ലർ ജോണറിലൊക്കെ പറയാൻ പറ്റുമോ? ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കരുത്. അതെ, അല്ല പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ അല്ല അങ്ങനെ എനിക്കൊന്നും അങ്ങനെ അതായത് പറഞ്ഞ എനിക്ക് അതിനകത്ത് ആധികാരികമായി പറയാൻ മാത്രമുള്ളൊരു ഇതെനിക്കില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇതൊന്നല്ല. ഓക്കെ. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? അതായത് തുടക്കത്തിലൊക്കെ വേറെ ഉള്ള ആൾക്കാർക്ക് ഒരു ചെറിയ രീതിക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. ഇവൻ ഇതിനകത്ത് പോയാൽ ഇനി രക്ഷപ്പെടുവോ ഇല്ലയോ. പഠിച്ചത് എന്തായിരുന്നു? പഠിച്ച എഞ്ചിനീയറിംഗ് ആയിരുന്നു. മെക്കാനിക്കൽ As എഞ്ചിനീയറിംഗ് usual എല്ലാവരും ആയിരുന്നു. പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്. അപ്പൊ അത് കഴിഞ്ഞൊരു 1 വർഷം വർക്ക് ചെയ്തു. ഞാൻ സിനിമ കുറച്ച് ട്രൈ ചെയ്തു. എന്നിട്ട് പിന്നെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ 1 വർഷം 1.5 വർഷം പോയി വർക്ക് ചെയ്തിട്ട് പിന്നെയും തിരിച്ചു വന്നു. അങ്ങനെ ചെയ്തേ. അപ്പോ ആ സമയത്ത് ബാക്കിയുള്ളവർക്ക് പോലും ചെറിയ രീതിക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും വീട്ടുകാർക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലൊക്കെ എത്തി കാരണം ഇനി ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നലും ഉണ്ടാവും. പക്ഷെ ഫുൾ ത്രൂ ഔട്ട് ഒരു രീതിക്ക് പോലും നെഗറ്റീവ് വീട്ടിൽ നിന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരെ എപ്പോഴും സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ്. അല്ല, കുറച്ച് സമയം കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൗഡ് പാരന്റ്സ് ആയല്ലോ അല്ലേ? അതെ, അതൊരു വലിയ കാര്യമാണല്ലോ. പുതിയ പ്രൊജക്ട്സ് ഏതെങ്കിലും ഷൂട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ ഇപ്പൊ? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കോസ്മിക് സാംസൺ ഉണ്ട്. സന്ദീപിന്റെ കൂടെ ജിംഖാന കഴിഞ്ഞിട്ട് സന്ദീപിന്റെ കൂടെ വീണ്ടും കോസ്മിക് സാംസൺ. പിന്നെ ബാച്ചലർ പാർട്ടി 2 ഒരു ചെറിയ വേഷം. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ക്ലാസിക്കോ, ഗ്രാസിയസ് എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞിട്ട് മുസിൻ ബരാരി ഡയറക്ട് ചെയ്യുന്ന, ടോവിനോ തോമസും നസറിയും ലീഡ് റോൾ ചെയ്യുന്ന, അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന സിനിമ. അത് അത്യാവശ്യം ഉണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സെറ്റിലേക്ക് തിരക്കിലാണോ ഇപ്പൊ? അതുപോലെ ആവട്ടെ. ഓക്കെ, എന്തായാലും ഈ ജേണി ഇങ്ങനെ തന്നെ പ്രൗഡ് ആയിട്ട് തന്നെ പോകട്ടെ. ഇനി നല്ല വേഷങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. നമ്മൾ ദൃശ്യത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഞാനും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.